നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. ഒരു പരീക്ഷാർത്ഥിയെയും നേരത്തെ അറസ്റ്റിലായ ഒരു വിദ്യാർത്ഥിയുടെ പിതാവിനെയുമാണ് അറസ്റ്റ് ചെയ്തത്. ബീഹാറിൽ നിന്നാണ് ഇവരെ സിബിഐ പിടികൂടിയത്. സജു തോമസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സജു, 2 പേർ കൂടി അറസ്റ്റിലായിരിക്കുകയാണല്ലോ. അവരുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്ര പേർ സിബിഐയുടെ പിടിയിലായിട്ടുണ്ട്? അമൃത, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടപ്പോൾ സിബിഐ അറസ്റ്റ് ചെയ്തവരുടെ എണ്ണം 30 ആയിട്ടുണ്ട്. ബീഹാറിൽ നിന്നാണ് ഇന്ന് 2 പേരെ കൂടി സിബിഐ സംഘം അറസ്റ്റ് ചെയ്തത്. ഒരു ഉദ്യോഗാർത്ഥിയെയും അറസ്റ്റിലായ ഒരു ഉദ്യോഗാർത്ഥിയുടെ പിതാവിനെയുമാണ് ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇവർക്ക് ചോദ്യപേപ്പർ ചോർച്ചയുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് സിബിഐ വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കേസ് പരിഗണിച്ചപ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ തനിച്ചിത് റിപ്പോർട്ട് സമർപ്പിക്കാൻ സിബിഐയോട് ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം സംസ്ഥാന സർക്കാരും ദേശീയ പരീക്ഷാ ഏജൻസിയും സുപ്രീം കോടതിയിൽ നാളെ വൈകിട്ട് 5 മണിക്ക് മുമ്പ് സത്യവാങ്മൂലം നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് വ്യാഴാഴ്ചയാണ് നീറ്റുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി ഹർജികളിന്മേൽ സുപ്രീം കോടതി വിശദമായ വാദം കേൾക്കുക. അതിനിടെയാണ് ഇപ്പോൾ നിർണായകമായ നീക്കവുമായി അറസ്റ്റുമായി ഇപ്പോൾ സിബിഐ സംഘം മുമ്പോട്ട് പോകുന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ബീഹാർ, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളായി 30 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അമൃത, ശരി.